പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ പലരും ജിമ്മിൽ പോകുന്നവരുടെ ഭക്ഷണമാണെന്ന് കരുതും. പക്ഷെ സത്യം അതല്ല. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രായക്കാർക്കും പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീൻ ശരീരത്തിലെ പേശികൾ, ചർമ്മം, മുടി, നഖങ്ങൾ, ഹോർമോണുകൾ, എൻസൈമുകൾ എന്നിവയുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനും പ്രധാനപ്പെട്ട ഒരു പോഷക ഘടകമാണ്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും ശരീരത്തിന് അണുബാധകളെ ചെറുക്കുന്ന പ്രതിരോധ സംവിധാനത്തെ സഹായിക്കാനും പ്രോട്ടീൻ ആവശ്യമാണ്. കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ വളർച്ചയ്ക്കും മുതിർന്നവരിൽ പേശികളുടെ ആരോഗ്യം നിലനിർത്താനും പ്രോട്ടീൻ വളരെ പ്രധാന ഘടകമാണ്. പ്രോട്ടീൻ ലഭിക്കുന്ന നല്ല ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഡെയിലി ആഹാരത്തിൽ കഴിക്കുന്നതുമാണ്. ഇത് മുട്ടയുണ്ട്, മത്സ്യം, കോഴിയിറച്ചി, പാല്, തൈര്, പയറുവർഗ്ഗങ്ങൾ, കടല, ചെറുപയർ, സോയ തുടങ്ങിയവ നല്ല പ്രോട്ടീൻ ഉറവിടങ്ങളാണ്. എന്നാൽ കൂടുതൽ പ്രോട്ടീൻ കഴിച്ചാൽ കൂടുതൽ ആരോഗ്യമെന്നല്ല. ഓരോരുത്തരുടെയും പ്രായവും ശരീരഭാരം, ആരോഗ്യസ്ഥിതി, ശാരീരിക പ്രവർത്തനം എന്നിവ അനുസരിച്ചാണ് ഇതിൻ്റെ ആവശ്യമായ അളവ് മാറുന്നത്. പ്രത്യേകിച്ച് വൃക്കരോഗമുള്ളവരുൾപ്പെടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർ ഉയർന്ന പ്രോട്ടീൻ ഡയറ്റോ പ്രോട്ടീൻ സപ്ലിമെൻറ്റോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചികിത്സ എടുക്കുന്ന ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ ഉപദേശം തേടേണ്ടത് ആവശ്യമാണ്. സമീകൃത ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് പ്രോട്ടീൻ എന്നത്. എന്നാൽ എല്ലാവർക്കും ഒരേ അളവിൽ പ്രോട്ടീൻ ആവശ്യമില്ല. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണ്. എന്തെങ്കിലും വൃക്കകൾ തുടങ്ങി അങ്ങനത്തെ നമുക്ക് പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ലോ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ നമ്മൾ പ്രോട്ടീൻ്റെ അളവെടുക്കാവൂ. താങ്ക് യു ആൾ.